Please proceed. ഓണം കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും നിലവിൽ ഉണ്ടെങ്കിലും ഓണം ആത്യന്തികമായും ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ഓണത്തിലെ ഒരു പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് ഓണപ്പൂക്കളം. തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്ത് മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉള്ള ചടങ്ങുകളാണ് ഓണത്തിന്. ഓണാഘോഷത്തിന്റെ അവസാന ഘട്ട ഒരുക്കത്തിനായി ഉത്രാട ദിനം മലയാളികൾ നടത്തുന്ന യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഓണത്തിന്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ്. ഉണ്ടറിയണം ഓണം എന്നതാണ് വയ്പ്. ഓണത്തോടനുബന്ധിച്ച് വരുന്ന വിനോദങ്ങളിൽ പ്രധാനമായും കൈകൊട്ടിക്കളി, വടംവലി, പുലിക്കളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല് എന്നിവ ഉൾപ്പെടുന്നു. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടത്തപ്പെടുന്ന ആറന്മുള വെള്ളംകളി പ്രസിദ്ധമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം. ഓണം കേരളീയർക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഉത്സവമായിരുന്നു എന്നതിലേക്ക് എത്തി നോക്കാൻ ഇതിൽ പരം മഹത്തായ വരികളില്ല. കാലത്തിനൊപ്പം ഉത്സവങ്ങളുടെ മുഖച്ഛായ മാറുമ്പോൾ ഇതെല്ലാം എഴുത്തിലോ പ്രസംഗത്തിലോ സുന്ദരമായി ഉപയോഗിക്കാൻ മാത്രമുള്ള സന്ദേശങ്ങളായി ചുരുങ്ങി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റെല്ലാം ആഘോഷങ്ങളും പോലെ തന്നെ ഓണം എന്നതും തനിമ നഷ്ടപ്പെട്ട കൃത്രിമമായ ആഘോഷം മാത്രം ആയിരിക്കുന്നു. ഓണം മുന്നോട്ട് വെക്കുന്നത് നന്മയെ വിളിച്ച് ഓതുന്ന സന്ദേശങ്ങളാണ്. എല്ലാ മലയാളികൾക്കും നന്മയുടെയും സമൃദ്ധിയുടെയും പൊന്നോണം നേരുന്നു. അതിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഉദ്ഘാടന പ്രസംഗം നടത്തുവാനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ ഓഫ് അഹല്യ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോക്ടർ PR ശ്രീ മഹാദേവൻ പിള്ളൈ സാറിനെ ക്ഷണിച്ചോളുന്നു. സാർ പ്ലീസ്. I am seeing only 1 or 2 people on video. ഇത് ഒരു ഓണ കൂട്ടായ്മയാണ്. പറ്റാവുന്നവരൊക്കെ വീഡിയോയിലേക്ക് വരൂ. എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പരസ്പരം കാണാനുള്ള ഒരു ഒക്കേഷനാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. സ്റ്റാഫും സ്റ്റുഡൻസും വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിലേക്ക് വരിക. ഇത്രയും പേരുള്ള വീഡിയോയിൽ. ഓഫീസിലുള്ള എല്ലാവരും വീഡിയോയിലേക്ക് വരിക. യു ആർ ഇൻ ദ ഓഫീസ്. കോളേജിലുള്ള എല്ലാവരും വീഡിയോയിൽ വരിക. കുട്ടികൾ നിങ്ങളെ ഒന്ന് കാണട്ടെ. വീട്ടിലുള്ള സ്റ്റുഡൻസ് പറ്റാവുന്നവരൊക്കെ വീഡിയോയിൽ വരാൻ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക. അറ്റ്ലീസ്റ്റ് കുറെ കാലത്തിന് ശേഷം വി ആർ സീയിങ് ഈച്ച് അതർ. ഓക്കെ, ഇപ്പോഴും ഇനിയും പലരും വരാനുണ്ട്. ഐ ആം ഹാപ്പി ദാറ്റ് ഐ എം സീയിങ് ദീസ് മെനി പീപ്പിൾ. ഇത്രയും പേരെ മുഖത്തോട് മുഖം. ദാറ്റ് ഇസ് എ പർപ്പസ് ഓഫ് ഓണം. എല്ലാവർക്കും ഒന്ന് കണ്ടുമുട്ടാനുള്ള അവസരം കൂടിയാണ് ഈ ഓണം. അതുകൊണ്ടാണ് ഞാൻ 100 പേരിൽ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും 170 പേരെ എത്തിയിട്ടുള്ളൂ. ഇനിയും വരാനുണ്ട്. നമ്മുടെ സ്റ്റുഡൻസും സ്റ്റാഫും കൂടെ വലിയ കൂട്ടം തന്നെയുണ്ട്. ഇനി 100 പേര് മാത്രമായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കേണ്ട ഗതികേട് വരുമായിരുന്നു. അത് മാറി. എന്തായാലും ഇപ്പൊ പറ്റാവുന്നവർക്കൊക്കെ അകത്തേക്ക് വരാൻ കഴിഞ്ഞു. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഇത് ഒരു നീണ്ട പ്രസംഗത്തിനൊന്നുള്ള സമയമൊന്നുമല്ല. ഓണം എന്നെ സംബന്ധിച്ചൊരു പ്രത്യേക വികാരമാണ്. കാരണം മഹാബലി ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സങ്കല്പമാണ്, ഒരു സ്ഥലമാണ് മാവേലിക്കര കേരളത്തിൽ. ഇതുപോലെ നോർത്തിൽ ഉത്തരേന്ത്യയിലും 2-3 സ്ഥലങ്ങളിൽ മഹാബലി ജീവിച്ചിരുന്നതായിട്ട് ഐതിഹ്യമുണ്ട്. പക്ഷെ മലയാളികൾ വിശ്വസിക്കുന്നത് മഹാബലിക്കര അഥവാ മാവേലിക്കര എന്ന പ്രദേശത്ത് മഹാബലി ജീവിച്ചിരുന്നു എന്നാണ്. ആ നാട്ടുരാജ്യത്തിന്റെ പേര് ഓണ നാട്ടുകര എന്നായിരുന്നു. അതായത് മഹാബലി ഭരിച്ചിരുന്ന രാജ്യം എന്ന് ഓണമായിരുന്നു. അതുകൊണ്ട് ഒരു ഓണ നാട്ടുകര എന്ന്
വിളിച്ചു. ഇപ്പോഴത്തെ പ്രദേശത്തിന് പറയുന്നത് ഓണാട്ടുകര എന്നാണ്. ആ നാട്ട് എന്നുള്ളത് ലോപിച്ച് ഓണാട്ടുകര എന്നായി. ഞാൻ ഈ ഓണാട്ടുകരയിൽ ജനിച്ച ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ജന്മസ്ഥലത്ത് എന്നും ഓണമായിരുന്നു എന്ന് ഞങ്ങളൊക്കെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും ഓണം ഒരു വിശ്വാസമാണ്, ഒരു കൊയ്ത്തുത്സവം. ചിങ്ങമാസത്തില് കർക്കിടക മഴ ഒന്ന് ലേശം കുറയുന്ന സമയത്ത്, ഇക്കൊല്ലം ഇപ്പോഴും മഴയുണ്ട്, നടക്കുന്ന ഒരു കൊയ്ത്തുത്സവമാണ് സത്യത്തിൽ ഓണം. ഇത്തരം കൊയ്ത്തുത്സവങ്ങൾ ലോകം അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നൊമാഡ്സ് എന്ന് വെച്ചാൽ സ്ഥിരമായ ഒരു വാസസ്ഥലമില്ലാത്ത ചില ആളുകൾക്ക് മാത്രമേ ഈ കൊയ്ത്തുത്സവം ഇല്ലാതെയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം കൊയ്ത്തുത്സവമുണ്ട്. അങ്ങനൊരു കൊയ്ത്തുത്സവമാണ് ഓണം. അത് ജാതിമത ഭേദമന്യേ കേരളത്തിലെ എല്ലാവരും, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്നില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ ഓണം ഒരു ബിംബം കൂടിയാണ് മതസഹിഷ്ണുതയുടെ, സമൃദ്ധിയുടെ, പരസ്പര വിശ്വാസത്തിൻ്റെ, സഹനശക്തിയുടെ, കൂട്ടായ്മയുടെ ഒക്കെ ഒരു വിശ്വാസമാണ് ഓണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും, പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു, കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്. കാണം വിറ്റും ഓണം ഉണ്ണമെന്ന് പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ വിറ്റിട്ടാണെങ്കിലും ഓണം സമൃദ്ധമായി ആഘോഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രമാത്രം പ്രസക്തമായിരുന്നു മലയാളികൾക്ക് ഓണം. പക്ഷെ ഇപ്പോഴത്ര പ്രസക്തമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ ഇത്രയും പേര് പരസ്പരം കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു ഓണം കാരണമാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കാണുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കൂട്ടായ്മ ഇന്ന് നമുക്ക് ആഘോഷിക്കാം. 2 വർഷം മുമ്പ് നമ്മൾ അസറ്റിൽ ഓണം ആഘോഷിച്ചു. അത് അന്നുള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും അത് മായാത്ത ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ടാവും. കോഴ്സ് കഴിഞ്ഞു പോയ 2 ബാച്ചിലെ കുട്ടികൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞത് അതുപോലൊരു ആഘോഷം അവർക്ക് പിന്നെ ഉണ്ടായിട്ടില്ല, അതിന് മുമ്പും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫൈനൽ ഇയേഴ്സിന് അത് അറിയാതിരിക്കും എത്ര മനോഹരമായിട്ട് അവർ ഓണം ആഘോഷിക്കും. ഇപ്പോൾ ഫൈനൽ ഇയർ അല്ല, S6കാർക്ക് ഫൈനൽ ഇയറിലേക്ക് ആകാൻ പോകുന്നേ ഉള്ളൂ, അവർക്കതറിയാം. പക്ഷേ ഇപ്പോഴത്തെ S4കാർക്കും S2കാർക്കും ആ ആഘോഷത്തിൻ്റെ ഓർമ്മയില്ല. അതൊരു ഗംഭീര ആഘോഷമായിരുന്നു, ഒരു മത്സരാധിഷ്ഠിതമായ ആഘോഷമായിരുന്നു, വർണ്ണം വാരി വിതറിയുള്ള ഒരു ആഘോഷം. അധ്യാപകരും അന്നുള്ള അധ്യാപകർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും. നമുക്കിനിയും ആഘോഷിക്കണം. നിങ്ങൾ ഇങ്ങ് തിരിച്ചെത്തിയിട്ടാട്ടെ. ഈ കോവിഡൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും, ആരും വിഷമിക്കണ്ട. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ മാസ്ക് ഒക്കെ ഊരി അറിയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് മാസ്ക് വെക്കുന്നത് സത്യത്തിൽ ഇഷ്ടമല്ല, പിന്നെ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ വെച്ചുകൊണ്ട് വരുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയിട്ട് ഒന്നിച്ചു ചേരാൻ കഴിയും. അന്ന് നമുക്ക് ഒരുപക്ഷെ അത് ന്യൂ ഇയറിനാണെങ്കിൽ അന്ന് ആഘോഷിക്കാം. ഓണം പോലെ തന്നെ നമുക്ക് ന്യൂ ഇയറും ആഘോഷിക്കാം. ആഘോഷങ്ങൾ ആവശ്യമാണ്. കാരണം എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് മുരടിച്ചു പോകും. ഇത് വല്ലപ്പോഴും ഒരിക്കലും, ഒരു വർഷത്തിൽ 2-3 തവണയെങ്കിലും നമ്മളിതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ആഘോഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പണ്ട് നാട്ടിൻപുറത്തൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ഇപ്പോഴും അത് പലയിടത്തും ഉണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു 5 ദിവസമോ 10 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുണ്ടാവും. ഈ ആഘോഷ സമയത്ത് ആ നാട്ടിലുള്ള എല്ലാവരും നാട്ടിലെത്തും. അതൊരു വലിയ ഉത്സവമായിട്ട് കൊണ്ടാടും. അപ്പം നമുക്കൊരു കോളേജിൽ അങ്ങനെ കൊണ്ടാടാൻ പറ്റുന്ന ചില ചെറിയ സന്ദർഭങ്ങളാണ് ഓണവും ന്യൂ ഇയറും ഒക്കെ. അപ്പം ഈ ഓണത്തിന് നമുക്ക് ഒന്നിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ന്യൂ ഇയറിനെങ്കിലും നമുക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന ആ ഒരു മുഖാമുഖമുള്ള കൂട്ടായ്മ ഒരു പക്ഷേ ന്യൂ ഇയറിന് കഴിയും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ 8ാം സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ വളരെ മുന്നിലാണ് മറ്റ് കേരളത്തിലെ കോളേജുകളെ അപേക്ഷിച്ച്. സംസ്ഥാന തലത്തിൽ നമ്മൾ 16ാം സ്ഥാനത്താണ്. സ്വാശ്രയ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നടത്തുന്ന സ്വാശ്രയ കോളേജുകൾ നമ്മൾ സംസ്ഥാനത്ത് 5ാം സ്ഥാനത്താണ്. നമ്മുടെ അടുത്തെങ്ങും പാലക്കാട് ജില്ലയിലുള്ള മറ്റൊരു സ്വാശ്രയ കോളേജും ഇല്ല. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരൊക്കെ ഇങ്ങനെ വാക്കുകളാൽ അഭിനന്ദിച്ചാൽ പോരാ, അവർക്ക് സമ്മാനം കൊടുത്ത് തന്നെ അഭിനന്ദിക്കണം. അവരെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ കോവിഡിൻ്റെ പരിമിതികളൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ പാസ്സായ എല്ലാവരെയും നമ്മൾ വിളിച്ചൊരു വിപുലമായ ഗ്രാജുവേഷൻ്റെ ഒരു കോൺവൊക്കേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരൊക്കെ അന്ന് വരാം. ഇന്ന് തന്നെ കാണാൻ വന്ന 10-20 കുട്ടികളോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അവരെല്ലാം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതും നമുക്കൊരു വലിയ ആഘോഷമാക്കാം. കോവിഡ് ഒന്ന് കഴിയട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് സ്റ്റുഡൻസ് കൗൺസിൽ ആലോചിച്ച് വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഒരു വലിയ ലിസ്റ്റൊക്കെ തന്നു. പ്രൊഫസർ കൃപയുടെയും പ്രൊഫസർ വിജിതയുടെ ഒക്കെ നേതൃത്വത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. കാരണം മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പമാണ് ഇരിക്കുന്നത്, പ്രിൻസിപ്പലിൻ്റെ മുറിയിലാണെങ്കിലും. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ഈ ആഘോഷം സ്റ്റാഫ് ആഘോഷിച്ച് കഴിഞ്ഞു രാവിലെ തന്നെ. സ്റ്റാഫ് ഇപ്പോൾ സ്പെക്ടേറ്റേഴ്സാണ്. അവർ രാവിലെ തന്നെ പൂക്കളമിടലും കസേരകളി നടന്നുവോ? ഞാൻ കണ്ടില്ല. അത് കൃപ കസേരകളി ഉണ്ടായിരുന്നോ?
ഇല്ല ഇല്ല സർ, ഇല്ല. ഇല്ല, കസേര എടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു സംശയം തോന്നി. ഓക്കെ, അപ്പൊ അവരാഘോഷിച്ചു. ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഫോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഇടാം. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാം. ഇനി നിങ്ങളും ചെറിയ ചെറിയ കൂട്ടായ്മകൾ, കുറച്ച് വിദ്യാർത്ഥികൾ ഇന്ന് കോളേജിൽ എത്തിയിട്ടുണ്ട്, 5-8 പേര് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അവരുടെ ഫോട്ടോ ഒക്കെ അവർ എടുത്ത് വേണമെങ്കിൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ലൈവായിട്ട് കാണിക്കും. എന്തായാലും ആഘോഷിക്കുക. മറക്കാത്ത രീതിയിൽ ഈ ഓണവും നമുക്ക് ഓർമ്മയിലൊരു കുറിപ്പായിട്ട് ഇടാൻ പറ്റിയ രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുക. നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാനിത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ ഫുൾ ടൈം ഇതിൽ ഒരു കാഴ്ചക്കാരനായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ശരി, തുടരാം നമുക്ക്. താങ്ക് യു. കൃഷ്ണകുമാർ കിഷോർ സാറിനെ അനുമോദ പ്രസംഗം നടത്തുന്നതിനായി ക്ഷണിച്ചോളൂ. Good afternoon, everyone. Welcome to the system. I'm just glad to see a few students in the campus. നാളേക്ക് ശേഷം പരീക്ഷയില്ലാണ്ട് കുട്ടികളെ ക്യാമ്പസിൽ കാണാൻ പറ്റും. അല്ലാതെ എനിക്കാണ് ഈ കോളേജ് യൂണിയൻ്റെ കുട്ടികൾ കുറച്ചൊരു ഇൻവൈറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ കുറേ നാളേക്ക് ശേഷമാണ് കുട്ടികളെ കണ്ടത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ രാവിലത്തെ ക്ലാസ് എടുത്തപ്പോൾ തൊട്ടപ്പുറത്ത് ഞാനൊരു കുട്ടികളെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രസം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരവിടെ ഇരുന്നിട്ട് ഉത്തരം പറയുന്നത് കാണാം. ഇവർ വരുന്നെന്ന് അറിഞ്ഞെങ്കിൽ 2 കുട്ടികളെങ്കിലും ക്ലാസ് എടുത്തിട്ട് ക്ലാസ് എടുത്താൽ മതി. ബാക്കി പോയതിന് ഓൺലൈൻ ചെയ്താൽ മതിയായിരുന്നു. But I didn't know that. Anyway, I wish all of you a very happy Onam. It's a very special Onam because it's the first time nammal online cheynadu. So it's sir പറഞ്ഞ പോലെ 2019 Onam was very well done. 2020 I think is the only one year where we skipped. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മ. അതുകൊണ്ട് എല്ലാ കൊല്ലം കോളേജിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് അറിയാം. സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റാണ് ഓണം. But anyway, at least hats off to the student council members. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത് ഒരു I think maybe within 1 week നിങ്ങളതൊക്കെ ഓർഗനൈസ് ചെയ്തതിന് hands off to you people. I honestly don't know what are the activities being planned as well. But I hope നിങ്ങളുടെ ലാസ്റ്റ് ടൈം നിങ്ങൾ സെൻഡ് ഓഫ് ചെയ്തതും ഭയങ്കര യുണീക്ക് ആയിരുന്നു. ഐ മീൻ യുണീക്ക് ഇൻ ദ സെൻസ് കുറേ കാണാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു. But that was nice to see. You are getting very creative and coming up with online activities. That's very good. So anyway, I wish you all the very best. Happy Onam to each and every one of you. For the students, ഇവിടെ ഉള്ള സ്റ്റുഡൻസും അവിടെ ചേരാൻ പറ്റാത്ത സ്റ്റുഡൻസിനും very happy Onam. And that's it. Thank you. താങ്ക് യു സർ. ഇനി ഓണം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും നമ്മുടെ പഴയ നല്ല ഓർമ്മകളായിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഊഞ്ഞാലാടിയതും പൂവിടുന്നതും സദ്യ, പായസം, നമ്മുടെ വീട്ടിലെ കസിൻസ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് നല്ല ബഹളങ്ങളും നല്ല നല്ല ഓർമ്മകളൊക്കെ ഓണം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരം നല്ല ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഓർമ്മകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ പോകുന്നത് നമ്മുടെ എല്ലാം സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട ഗോർജിയസ് ആൻഡ് ചാർമിംഗ് കൃപ മാം, HOD ഓഫ് സിവിൽ ഡിപ്പാർട്ട്മെന്റ്. മാം പ്ലീസ്. സമ്പൽ സമൃദ്ധിയുടെയാണ് ഓണം. ഒരുപാട് സമ്പന്നമായിട്ട് സ്വാഗതവും പറഞ്ഞു. സമൃദ്ധിയായിട്ടോ, സമൃദ്ധിയുടെയൊക്കെ ഒരു എന്താ പറയാ, നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ആഘോഷങ്ങളുടെ നിറങ്ങളുടെ ഒരു ഓണാണ്. സാർ ഇന്ന് ഈ ക്യാമറയിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറഞ്ഞപ്പോ ആരും അടുത്തടുത്തല്ലെങ്കിലും നല്ലൊരു നിറക്കാഴ്ചയുണ്ട് കാണാൻ. എല്ലാവർക്കും ഒരു സമൃദ്ധിയുണ്ട്, എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. കാലം മാറ്റിയ ഓണത്തിന്
വൈവിധ്യങ്ങൾ കുറവാണെങ്കിലും നിറങ്ങളുണ്ട്, എല്ലാവരുടെ മുന്നിലും കാണാവുന്ന കുറെ നിറങ്ങളുണ്ട്. എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാല് ഓണം, ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് ഒരു കുറച്ച് പഴയ തറവാടാണ്. അവിടെ എന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേച്ചിയും ഞാനും. ഇതാണ് എന്റെ കുടുംബം. എന്റെ കുട്ടിക്കാലം, എന്റെ ജീവിതത്തിൽ ഏറ്റവും വർണ്ണമുള്ള കാലം. ആ കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മള് വീട്ടില് പൂക്കളിടും. ഒരുപാട് മുറ്റമുള്ള ഒരു വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൂക്കളിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊടിയിലെല്ലാം നടന്ന് എല്ലാ പൂക്കളും എല്ലാ ചെടികളും പൂവണിയുന്ന ഒരു കാലമാണ് ഓണക്കാലം. വസന്തം നിറഞ്ഞു നിൽക്കുന്ന കാലം. എല്ലാം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എല്ലാ ചെടികളിലും പൂവുണ്ടാവും. എല്ലാ പൂക്കളും എല്ലാ നിറങ്ങളും വന്ന് ഓണക്കാലാണ്. അപ്പൊ അന്ന് നമ്മളുടെ പൂക്കളത്തിലൊന്നും ഇന്ന് നിങ്ങൾ ഇടുന്ന പോലത്തെ ഈ ജമന്തിപ്പൂവോ അല്ലെങ്കിൽ ചെട്ടുമല്ലിയോ വാങ്ങിക്കുന്ന പൂക്കളോ അല്ല. നമ്മളുടെ പൂക്കളത്തിൽ തുമ്പപ്പൂവുണ്ട്, പൂവാങ്കുറുന്നലയുണ്ട്, മുക്കുറ്റിയുണ്ട്. അങ്ങനെ ഒരുപാട് മണമുള്ള ഓർമ്മകളാണ്. ഇന്നത്തെ പോലെ മാർക്കറ്റ് വാല്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കളുടെ ഓണം അല്ല എന്റെ ഓണം. എന്റെ കുട്ടിക്കാലത്തെ ഓണം അതല്ല. അത് അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളിങ്ങനെ വീടിന്റെ ഫ്രണ്ടില് പൂക്കളിടും, വലിയ വട്ടത്തില് പൂക്കളിടും. എല്ലാരും, അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാരും ഒരുമിച്ചാണ് 10 ദിവസവും പൂക്കളിടുക. അപ്പോ അങ്ങനെ ഒരു പൂക്കളം എല്ലാ ദിവസവും പലതരം പൂക്കളെ കൊണ്ട്, തുമ്പപ്പൂ ഇല്ലാത്തൊരു പൂക്കളം ഇല്ല, തുമ്പപ്പൂവുള്ളൊരു പൂക്കളം. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര നിർബന്ധമാണ് ഓണക്കാലത്ത് കായ വറുക്കണം എന്നുള്ളത്. അപ്പൊ ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ വറക്കാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഓണം അതും നമുക്കില്ല. നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കായ്ക്കൊല മേടിക്കും, നേന്ത്രക്കായ മേടിക്കും, ചെങ്ങാലിക്കോടൻ, അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുക. ഈ ചെങ്ങാലിക്കോടൻ കായ മേടിക്കും, അതിങ്ങനെ വട്ടനുപ്പേരിക്ക് അരിയും. അത് വൈകുന്നേരമാണ് മിക്കവാറും ചെയ്യുക. അപ്പൊ ഈ കായൊക്കെ അരിഞ്ഞ് കായയുടെ തോലൊക്കെ കളഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് ഇതൊക്കെ കഴുകി ഉരച്ച് വൃത്തിയാക്കി വട്ടനുപ്പേരിക്കെല്ലാം ഇങ്ങനെ അരിഞ്ഞ്, സാറ് നോക്കണു എന്നെ, ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നു. ഓക്കെ, ഈ ഇതിങ്ങനെ വട്ടത്തിലൊക്കെ അരിഞ്ഞ് അതിന്റെ വെള്ളമൊക്കെ പോയി അത് രാത്രി വറുത്തെടുക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിലാണ് ഇതൊക്കെ വറുക്കുക, ഗ്യാസ് സ്റ്റൗമലല്ല. അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. അതിങ്ങനെ വറുത്ത് കോരി നേരം എത്ര വൈകിയാലും നമ്മൾ ഉപ്പേരി വറുക്കും. അതിന്റെ ബാക്കി വരുന്ന കഷ്ണങ്ങൾ കൊണ്ട് പിറ്റേ ദിവസം ശർക്കര ഉപ്പേരി ഉണ്ടാക്കും. ഇത് എനിക്കറിയില്ല, ഇന്നത്തെ തലമുറയ്ക്ക് ഇതിന്റെ സുഖം അറിയോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന എൻ്റെ ഓണത്തിൽ ഇതൊക്കെ ഉണ്ട്. ഉപ്പേരി വറുക്കലുണ്ട്, പൂക്കളമുണ്ട്, പിന്നെ ഇഞ്ചമ്പുളി ഉണ്ടാക്കും, അച്ചാർ ഉണ്ടാക്കും. പിന്നെ ഓണത്തിന്റെ അന്ന് സദ്യ ഉണ്ടാക്കും. സദ്യയിൽ എല്ലാ കൂട്ടം കറികളും ഉണ്ടാവും. ഞങ്ങൾ പൊതുവെ വീട്ടിൽ പായസം ഉണ്ടാക്കാറില്ല, പായസം മിക്കപ്പോഴും വാങ്ങിക്കുകയാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓണം. തിരുവോണത്തിന്റെ തലേ ദിവസം ഇങ്ങനെ തുമ്പപ്പൂവൊക്കെ കൊണ്ട് തൃക്കാക്കരപ്പനെ ഊട്ടുന്ന ഓണമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓണം, എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളുള്ള ഓണം. ഇന്നത്തെ ഓണം അങ്ങനെയല്ല. പക്ഷെ ഞാനിപ്പോഴും എൻ്റെ മോനെ ഇങ്ങനത്തെ ഒരു ഓണം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവനെ ഞാൻ അതിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ പൊതുവെ ഉണ്ടാവുന്ന പോലെ അത്ര വലിയ കൂടിച്ചേരലുകളൊന്നുമില്ല. അധികം കസിൻസ് വന്ന് ഒരുമിച്ച് ഉള്ള കൂടിച്ചേരലുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ വീടിന്റെ ഒരു എന്താ പറയാ, റോഡൊക്കെ കഴിഞ്ഞ് ഓപ്പോസിറ്റ് ആണ് വേറൊരു വീടുള്ളത്. അപ്പൊ അവിടെയും നമ്മൾ പോവും, ഓണപ്പൂക്കളും ഇടും. എന്നല്ലാതെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുതൽ കളിക്കുക അങ്ങനെ ഒരു ഓണം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ പോയി അവരുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു കുട്ടികളുടെ കൂടെയുള്ള ഒരു ചിരിയും കളിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ തുമ്പപ്പൂവിന്റെ പൂവ് കണ്ടു കഴിഞ്ഞാൽ മഹാബലിയെ ചവിട്ടിത്താത്തിയ വാമനന്റെ പാദങ്ങൾ പോലെയാണെന്നൊക്കെ. അതൊക്കെ എങ്ങനെ കേട്ടിട്ടുള്ള ഒരു ഓർമ്മയാണ്. സോ ഇതാണ് ഒരു ഓണം. പിന്നെ എന്റെയൊക്കെ വീടിന്റെ അടുത്തൊരു ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ വള്ളംകളി ഉണ്ട്. ഈ വള്ളംകളി കാണാൻ നമ്മൾ പോകും ഓണത്തിന്. അതും
ഒരു ഓർമ്മയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഉള്ള ഓണം. അത് കഴിഞ്ഞ് കാലഘട്ടങ്ങൾ മാറി, എൻ്റെ ജീവിതം മാറിയപ്പോൾ ഓണത്തിനും വ്യത്യാസം വന്നു. ഞങ്ങളുടെ ഓണം കുറേ കൂടെ വ്യത്യാസമായിരുന്നു. അവിടെ ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടായിരുന്നു. എല്ലാരെയും കാണുന്ന, എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഓണമായിരുന്നു. പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഓണം മറക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നത് ഒരു ഓണ വെക്കേഷനിലായിരുന്നു. അതുകൊണ്ട് എനിക്കെന്നും പ്രിയപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം. ഇന്ന് കാലം മാറി, പ്രളയം വന്നു, മഹാമാരി വന്നു, തെറ്റി വരുന്ന മഴയും അതുപോലെ തന്നെയുള്ള മഹാമാരികളും ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്തി. പക്ഷെ ഒരുപാട് സുഗന്ധമുള്ള ഓർമ്മകളുള്ള കാലമാണ് എനിക്കെന്നും ഓണം. നല്ലൊരു ഓണക്കാലം വീണ്ടും കടന്നു പോകുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. മാമിന്റെ നല്ല മധുരമുള്ള ഓർമ്മകൾ നമ്മളായിട്ട് പങ്കുവച്ചതിന്. അടുത്തതായി നമ്മുടെ മധുരമുള്ള ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ NSSന്റെ സ്വന്തം റോഷൻ സാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് CSC ഡിപ്പാർട്ട്മെന്റ്. സർ പ്ലീസ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സർ, ഓഡിബിൾ ആണ്. ഏറെ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ കൃപ മിസ് പറഞ്ഞതുപോലെയുള്ള ഗൃഹാതുരത്വമായ ഓർമ്മകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ പേടിയായിരുന്നു. കാരണം ഓണപരീക്ഷ. ഇപ്പോൾ എല്ലാവർക്കും ഈ ഹാഫ് ഇയർലി, ക്വാർട്ടർലി എക്സാം പോലെ ഓണപരീക്ഷ വരുന്ന സമയമാണ് ഈ ഓണക്കാലം. പക്ഷെ ഓണം ആഘോഷിച്ചിരുന്നത്, ഞാൻ വീട്ടിനടുത്ത് ഞങ്ങളൊരു മൂവർ സംഘമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാര് ശ്രീരാജും എൽദോയും. അപ്പോൾ ഓണം ശ്രീരാജിന്റെ വീട്ടിലും പെരുന്നാള് എൻ്റെ വീട്ടിലും ക്രിസ്മസ് എൽദോയുടെ വീട്ടിലുമാണ് ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കുക. ഇതാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ വീട്ടിലുള്ള സദ്യയും അവിടെ നിന്ന് കഴിച്ചിരുന്ന സദ്യയാണ് എൻ്റെ ആദ്യത്തെ ഓണസദ്യ. പിന്നീട് കോളേജിലെത്തിയ ശേഷമാണ് യഥാർത്ഥ ഓണാഘോഷങ്ങൾ എന്താണെന്ന് കണ്ടു തുടങ്ങിയത്. ബിടെക് പഠനകാലത്ത് ഓണത്തിന് ഈ ഉറിയടി, അതുപോലെ തന്നെ വടംവലി, സുന്ദരിക്ക് പൊട്ടുകൂത്തൽ, കുടത്തിൽ വെള്ളം നിറയ്ക്കുക തുടങ്ങിയ മത്സരങ്ങളൊക്കെ അടങ്ങിയ ഒരു യഥാർത്ഥ ഓണാഘോഷം ശരിക്കും ഞങ്ങൾ ആഘോഷിക്കുന്നത്, അതിപ്പോൾ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതൊക്കെ ആഴത്തിൽ ഇറങ്ങി രസിക്കുന്നതിനും ഒക്കെ സാധിച്ചത് ബിടെക് പഠനകാലത്തായിരുന്നു. അതിനുശേഷം അഹല്യയിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷം 2015 2015 വളരെ ആഘോഷത്തോടെ തന്നെ ഓണം ഇവിടെ എല്ലാവരും ആസ്വദിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങൾ അന്ന് സ്റ്റുഡൻസിൻ്റെ കൂടെ ടൂറ് പോയിട്ട് അന്ന് പുലർച്ചെയാണ് തിരിച്ചെത്തിയത്. എന്നിട്ട് നേരെ ഓണാഘോഷത്തിന് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷീണിതനായിട്ടാണ് അന്ന് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ അന്നത്തെ ഫസ്റ്റ് ബാച്ച് അത് ആഘോഷിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് നടന്ന 2 ഓണാഘോഷം അത്ര എടുത്തു പറയത്തക്ക രീതിയിലുള്ളതായിരുന്നില്ല. എങ്കിലും അവസാനമായി നടത്തിയ അസറ്റിലെ ഓണം അത് വളരെ നല്ലൊരു ആഘോഷമായി ഇന്നും ഓർമ്മകളിൽ നിലനിൽക്കുന്നു. 5 ബാച്ചുകളുടെ എൻട്രിയും, അതായത് വാദ്യോപകരണങ്ങളോടുകൂടി, അതുപോലെ തന്നെ കേരളത്തിലെ നാടൻ കലാരൂപങ്ങൾ അടങ്ങിയ എല്ലാവരുടെയും എൻട്രി, അതിനോടൊപ്പം നടത്തിയ മത്സരങ്ങൾ, പിന്നെ കുറച്ച് അധികം അഹങ്കാരത്തോടു കൂടി തന്നെ പറയട്ടെ, CSCയുടെ ടഗ് ഓഫ് വാർ വിജയം, അതുകൂടി എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മകളിലുണ്ട്. ഇപ്പൊ ഇത്രയുമൊക്കെയാണ് എൻ്റെ എളിയ ഓർമ്മയിലുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലത്തെ ഒരു ഓണക്കാലം ഇനി ഒരിക്കലും മലയാളികളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ കോവിഡിന്റെ വിഷമതകൾ മൂലം ഒരുപാട് പേര് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈശ്വര സഹായത്തോടു കൂടിയും അത് മറ്റുള്ളവരുടെ ഹെൽപ്പോടു കൂടിയും ഒക്കെ
നല്ല രീതിയിൽ മലയാളികൾ ആഘോഷിക്കുന്ന രീതിയിൽ തന്നെ ഓണം ഇത്തവണയും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് സർ. സാറ് നല്ല രസകരമായ ഓണക്കാല ഓർമ്മകൾ നമ്മളായിട്ട് ഷെയർ ചെയ്തതിന്. നമ്മുടെ ഓർമ്മകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ, പക്ഷെ ഒരു പാട്ടില്ലാണ്ട് എന്ത് ഓണല്ലേ. അപ്പൊ നമ്മുടെ കൃഷ്ണേന്ദു നല്ലൊരു ഓണപ്പാട്ടായിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. കൃഷ്ണേന്ദുവിന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് ഓർമ്മകളിലേക്ക് തിരിച്ചു വരാം. പൂത്തുമ്പി പാറുന്നു, പൂവുകൾ ചിരിക്കുന്നു, പൂമ്പൊടി നുകരുന്നു, പൂമ്പാറ്റ ഉയരുന്നു. കേരള നാട്ടിൽ ഓണലഹരിയിൽ ഒഴുകുന്നു മധുക്കണങ്ങൾ ഓരോരോ പൂവിലും. പൂത്തുമ്പി പാറുന്നു, പൂക്കളം തീർത്തിട്ടും ആഘോഷമയങ്ങും ഓണക്കാലം വന്നേ പൊന്നോണക്കാലം. മാവേലി തമ്പ്രാനെ സ്വീകരിക്കാനായെങ്ങും, മാവേലി തമ്പ്രാനെ സ്വീകരിക്കാനായെങ്ങും നാടാകെ പൂരമായി ആഘോഷമായി. പൂക്കളം തീർത്തിട്ടും ആഘോഷമയങ്ങും ഓണക്കാലം വന്നേ പൊന്നോണക്കാലം. മാവേലി തമ്പ്രാനെ സ്വീകരിക്കാനായെങ്ങും, മാവേലി തമ്പ്രാനെ സ്വീകരിക്കാനായെങ്ങും നാടാകെ പൂരമായി ആഘോഷമായി. പൂത്തുമ്പി പാറുന്നു, കേരള പെണ്ണിന്റെ തത്തമ്മ ചുണ്ടത്ത് തളിർവെച്ചിലെ ചുണ്ണാമ്പ് ചോക്കും കാലം. താളലയങ്ങൾ എങ്ങെങ്ങും ഉയരുന്നു, താളലയങ്ങൾ എങ്ങെങ്ങും ഉയരുന്നു. ഓണക്കാലം വന്നേ പൊന്നോണക്കാലം. കേരള പെണ്ണിന്റെ തത്തമ്മ ചുണ്ടത്ത് തളിർവെച്ചിലെ ചുണ്ണാമ്പ് ചോക്കും കാലം. താളലയങ്ങൾ എങ്ങെങ്ങും ഉയരുന്നു, താളലയങ്ങൾ എങ്ങെങ്ങും ഉയരുന്നു. ഓണക്കാലം വന്നേ പൊന്നോണക്കാലം, ഓണക്കാലം വന്നേ പൊന്നോണക്കാലം. താങ്ക് യു കൃഷ്ണേന്ദു. അടുത്തതായി നമ്മുടെ കൂടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം എനർജി ബൂസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. മാത്രല്ല ഈ എനർജി ബൂസ്റ്ററുടെ ഇത്തവണത്തെ ഓണത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ആളുടെ വീട്ടില് ഒരു കുഞ്ഞു അതിഥി കൂടെ ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ അവരുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എനർജി ബൂസ്റ്ററെ സ്വാഗതം ചെയ്യാം. വിവേക് സർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സർ പ്ലീസ്. ഒരുപാട് സന്തോഷം. ഇങ്ങനത്തെ ഒരു പരിപാടി പ്രിൻസിപ്പൽ സാറും കെ സാറും അതുപോലെ തന്നെ സ്റ്റുഡൻറ് കൗൺസിലും എല്ലാ HODമാരും എല്ലാവരും കൂടി സംയുക്തമായി ചേർന്ന് സംഘടിപ്പിച്ചതിൽ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓഡിയബിൾ ആണല്ലോ? ഓക്കെ. എല്ലാവരുടെയും ഇപ്പോ കൃപ ടീച്ചറും റോഷൻ സാറൊക്കെ അവരവരുടെ ഓണവിശേഷങ്ങൾ പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ എന്താ പറയാ പുറകിലേക്കാണ് പോയത്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെയുള്ള ഒരു എന്താ പറയാ സന്തോഷം. ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓണത്തിനെ പറ്റിയിട്ട് പറയുന്നതിന് മുൻപ് അസറ്റിലെ ഓണാഘോഷത്തെ പറ്റി പറയാം. നമ്മുടെ അസറ്റില് എല്ലാ വർഷവും കൊണ്ടാടാറുണ്ട് ഓണം. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം 2015 മറ്റോ ആണ് ഓണാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണാഘോഷം ഡിക്ലെയർ ചെയ്യുമല്ലോ, എല്ലാവരും പ്രിൻസിപ്പളും HODമാരും എല്ലാവരും മീറ്റിംഗ് കൂടി ഓണാഘോഷം ഇന്ന ദിവസമാണ്, ലാസ്റ്റ് ഡേ വർക്കിംഗ് ഡേ ഓണാഘോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് അതിന്റെ ഒരുക്കങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലെ. അപ്പം നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വരും. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മള് ഏത് കളർ ഷർട്ടാണ് ഇടേണ്ടത്,
ഇതാണ് ആദ്യത്തെ ഡിസ്കഷൻ. അപ്പൊ ഓരോരുത്തർ ഓരോന്ന് പറയും, ചുവപ്പ്, പച്ച, മഞ്ഞ, അത് വേണ്ട അത് വേണ്ട, പിങ്ക് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല എടുത്ത് കാണും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ നമ്മൾ തുടങ്ങും. പക്ഷെ അത് എവിടെ എത്തില്ല. ആരും ഇന്ന കളറ് എന്ന് പറഞ്ഞ് അതിനെ എന്താ പറയാ അവസാനിപ്പിക്കില്ല. അവസാനം ഇതിന്റെ തലേ ദിവസം വരെ നമ്മൾ എത്തും. ഏത് ഓണാഘോഷത്തിന്റെ തലേ ദിവസം വരെ. ഇനിയും ഷർട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോ ആ ദിവസം വൈകുന്നേരം എല്ലാരും പറയും, ഒരു 3:30-4 മണിയാകുമ്പോ കോളേജ് വിടാറാകുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം ടൗണിൽ പോകും, ഏതെങ്കിലും ഒരു കടയിൽ കയറി ഉള്ള ഒരു കളർ എല്ലാ ഇപ്പൊ 8 പേര് അല്ലെങ്കിൽ 9 പേര് അല്ലെങ്കിൽ 10 പേര് സ്റ്റാഫ് ഉണ്ടല്ലോ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കളർ, അവൈലബിൾ ആയിട്ടുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും വൈകുന്നേരം ഇറങ്ങും. ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ പാലക്കാട് ടൗണിൽ മീറ്റ് ചെയ്യും. അപ്പൊ ആ മീറ്റിംഗ് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. കാരണം പിറ്റേ ദിവസം ഓണാഘോഷത്തിന് നമ്മളെല്ലാവരും കൂടുകയാണ്. ഇപ്പൊ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അതോടൊപ്പം ഇസിയിലെ കുറച്ച് സാറുമാരുണ്ടാവും, ട്രിപ്പിളിയിലെ സാറുമാരുണ്ടാവും, ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ സാറുമാർ, എല്ലാവരും വരും. എല്ലാവരും അവരവരുടെ കളേഴ്സ് എടുക്കാനാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഷർട്ട് എടുക്കും. ഷർട്ട് മീൻസ് ഒരേ കളറിലുള്ള സെയിം ഷർട്ട് എടുക്കും വരും. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എടുത്ത കളറ് കറുപ്പായിരുന്നു. നമ്മളെല്ലാവരും തീരുമാനിച്ചു നമുക്ക് ബ്ലാക്ക് ഷർട്ട് ഇടാം. ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ധാരണ, അയ്യോ അതൊരു ഓഫീഷ്യസ് ആയിട്ടുള്ള കളർ അല്ലല്ലോ. അന്ന് ആ പ്രാവശ്യം ഇടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഇറങ്ങിയത്. അതില് നിവിൻ പോളിയും അതേപോലെ തന്നെ 2-3 പേരും ആ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് കറുപ്പ് ഷർട്ടും കറുത്ത കരിയുള്ള മുണ്ട കൊടുത്തിട്ടായിരുന്നു വന്നത്. അപ്പൊ അന്ന് അത് ട്രെൻഡായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, എന്നാൽ പിന്നെ ഇപ്രാവശ്യം നമുക്ക് ആ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞ് കറുത്ത ഷർട്ടും കറുത്ത കാര്യമുള്ള മുണ്ടൊക്കെ ഇട്ട് അന്നത്തെ ഓണം ഗംഭീരമാക്കി. സ്വാഭാവികമായിട്ട് ഇവിടെ ഉറിയടി, വടംവലിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇവിടെ എത്ര വേണച്ചാലും നനച്ചിട്ടോ മണ്ണിന്ന് പൊടി പാറും, ഉറപ്പാണ്. അത് യാതൊരു സംശയമില്ല എന്നാണ് ഞാൻ പറയാറ്. കാരണം ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ കുട്ടികളും അതിനു വേണ്ടി അത്രയും ആവേശത്തോടു കൂടി ഇരിക്കാറുണ്ട്. വടംവലി അവസാനത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോൾ കോളേജും ഉണ്ടാവും, സാറുമാരും കുട്ടികളും ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും ഉണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ആവേശമാണല്ലോ. അപ്പൊ അങ്ങനെ വടംവലികൾ, അങ്ങനത്തെ ആ ഓണാഘോഷം അത് അങ്ങനെ നല്ല രീതിയിൽ പോയി. അതിനുശേഷം 2016 ഇതേപോലെ ഓണാഘോഷം 2017, 18 മാത്രം നടന്നില്ല, വെള്ളപ്പൊക്കം കാരണം നടന്നില്ല. 19 അവസാനമായിട്ട് നമ്മൾ ഓണം കൊണ്ടാടിയത്. അതും വളരെ ഗംഭീരമായിട്ട് കളർഫുൾ ആയിട്ടായിരുന്നു എന്താ പറയാ ഇവിടുന്ന് കൊണ്ടാടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഇതില് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീട്ടിലെ ഓർമ്മ, ഞാനൊരു പായസപ്രിയനാണ്. ഇന്ന് അടക്കം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും, നമ്മൾ സദ്യ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഭക്ഷണം കഴിക്കാൻ. സദ്യ പ്രതീക്ഷയായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വേണം സാർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പായസം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പായസം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പായസം. പ്രതീക്ഷ അത് തരാൻ പറ്റില്ല, അച്ചാറോ കൂട്ടുകറിയോ അവിയലോ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളെ കൊണ്ടുതരാൻ പറ്റുള്ളൂ. വലിയ ഗ്ലാസ് അത് പായസത്തിന് കണക്കുണ്ട്, അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി പോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയാൻ കാരണം, വീട്ടിലെപ്പോഴും പായസത്തിന്റെ പേരിലായിരുന്നു ഒരു വഴക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അച്ഛൻ ഇഷ്ടം പരിപ്പ് പ്രഥമനാണ്, എനിക്കാണെങ്കിൽ അത് കണ്ണെടുത്താ കണ്ടു. നമുക്ക് പാലടയും ആ സേമിയ പായസം അങ്ങനത്തെ പാല് കൊണ്ടുള്ള പരിപാടികളാണ് താല്പര്യം. അത് അമ്മ കൊന്നാലും ഉണ്ടാക്കില്ല, കാരണം അച്ഛന് ഇഷ്ടം അതാണ്. അപ്പൊ അമ്മ അച്ഛന്റെ ഭാഗത്താണല്ലോ. അപ്പൊ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് ഈ സേമിയ പായസമോ അല്ലെങ്കിൽ പാലടയോ ഒന്നും വെക്കില്ല. അവസാനം എന്ത് ചെയ്യും, പരിപ്പ് പ്രഥമനല്ലേ, അതെങ്കിൽ അത് കുടിക്കാന്ന് കരുതി ഒരു ഗ്ലാസ് കുടിക്കും. അതൊരു വലിയൊരു ഓർമ്മയാണ്. ഇപ്പോഴും അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ യാതൊരു മാറ്റമില്ല. വളർന്ന് വലുതായി ജോലിയൊക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പറയുന്നതാണ് അമ്മയ്ക്ക് വേദവാക്യം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കി തരില്ല. അതൊരു മേജർ ഓർമ്മയാണ് ഇപ്പോഴും, അന്നും ഇന്നും എന്നും. പിന്നെ എല്ലാ കൂട്ടുകാരോടത്തുള്ള, റോഷൻ സാറ് പറഞ്ഞു എൽദോന്റെ വീട്ടിലായിരിക്കും ക്രിസ്മസ്, റോഷൻ സാറിന്റെ വീട്ടിലായിരിക്കും പെരുന്നാള്, പിന്നെ വേറെ ഏതൊരാളുടെ വീട്ടിലായിരിക്കും ഓണം. പേര് ഞാൻ മറന്നുപോയി. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഓണായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും റംസാൻ ആയാലും എല്ലാം ഒരുത്തന്റെ വീട്ടിൽ പോകും. അവൻ അങ്ങനെ പൂട്ടും. ഇന്ന് ഇവിടുന്ന് തന്നെ പറഞ്ഞു. അതിപ്പോ മിക്ക ദിവസം വൈകുന്നേരവും പോകും.
ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടില് അവിടെ നിന്നായിരിക്കും. അപ്പൊ അവന്റെ അമ്മ വെച്ച് തന്നോണ്ടിരിക്കും ദോശ ചുട്ടിയും. അത് അപ്പൊ ഓണം എന്നൊരു പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയാനില്ല. എല്ലാ ദിവസവും ഓണം പോലെയായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞ പോലെ ഓണാട്ടുകരയിൽ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഓണമാണെന്ന് പറഞ്ഞ പോലെ ഇവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓണമാണ്. ഓണത്തോട് ഓണം, ഭക്ഷണത്തോട് ഭക്ഷണം. അപ്പോ അത് അങ്ങനെ ഒരു ഓർമ്മ. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പൂക്കളം മത്സരങ്ങൾ, കോളേജിലും സ്കൂളിലും ഉണ്ടായിരുന്ന പൂക്കള മത്സരങ്ങൾ. അതിനു വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി പുലരും വരെ ഈ പൂ നന്നാക്കും. ഈ പൂ നന്നാക്കലാണ് മെയിൻ ആയിട്ടുള്ള പണി. അതിലത്തെ ഈ ചെണ്ടുമല്ലി അല്ലെങ്കിൽ ഓറഞ്ച് കളർ പൂ അതിന്റെ ഒന്നും അടിയിലെ വെള്ള കളർ വരാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ മാർക്ക് കുറയും, പോയിന്റ്സ് കുറയും. അപ്പൊ അത് വരാണ്ട് കറക്റ്റ് ആ ഓറഞ്ച് കളർ കിട്ടുന്ന രീതിയിൽ വെട്ടണം. അതേപോലെ മഞ്ഞ കളർ കിട്ടുന്ന രീതിയിൽ വെട്ടണം. പിന്നെ വയലറ്റ് കളർ പൂണ്ട് വാടാമല്ലി, അതും ഇതേപോലെ അത് എടുക്കാനാണ് ഏറ്റവും വലിയ പാട്. അത് ആരും ചെയ്യില്ല. കാരണം ഇവര് കത്രിക വെച്ചിട്ട് മറ്റേ പൂ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണി തീർന്നുവല്ലോ. അപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വെളുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഈ പൂ വെട്ടിക്കൊണ്ടും അതിന്റെ ഡിസൈനൊക്കെ കറക്റ്റായിക്കൊണ്ടും. പിറ്റേ ദിവസം ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ, ഈ പൂക്കള മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് വളരെ ആവേശത്തോടു കൂടി പങ്കെടുക്കാനൊക്കെ രാവിലെ പുലരുവോളം നമ്മൾ ഇരിക്കാറുണ്ട്. അത് സ്കൂളിലും കോളേജുകളിലും വളരെ നല്ല രീതിയിൽ. പിന്നെ എന്താ പറയാ, മുണ്ടുടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് കസവ് കര. നല്ല ഗോൾഡൻ കസവ് കരയുള്ള ഗോൾഡൻ കരയുള്ള എന്താ പറയാ മുണ്ടുടുക്കാൻ പറ്റുമെന്ന്. അന്ന് ഫുൾ ഷോ ആയിരിക്കും, മെക്കാനിക്കൽ അല്ലേ, ഫുൾ ആമ്പിള്ളേരല്ലേ, ഇങ്ങനെ ചെത്തി നടക്കും പെമ്പിള്ളേരുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 നടത്തം. അതാകുമ്പോ എല്ലാവരും കാണും. മെക്കാനിക്കൽ ആമ്പിള്ളേർ ഒരേപോലത്തെ ഡ്രസ്സ് ഇടും, ഒരേപോലത്തെ മുണ്ടെടുക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. 4 പേര് കാണാൻ. ബാക്കിയുള്ള എല്ലാവരും ബിസി ആയിരിക്കും അവരവരുടെ കാര്യങ്ങൾ. നമ്മൾ പൂക്കളൊന്നും ഇടില്ല, നേരാവണ്ണമുള്ള പൂക്കളൊന്നും ഇല്ല. വേഗം ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങും, എല്ലാവരുടെ പൂക്കളത്തിലും കയറും. ഇത് പോരാട്ടോ, ഇത് ശരിയല്ല, ഇത് നിങ്ങൾക്കൊന്നും കിട്ടില്ല, ഫസ്റ്റ് പ്രൈസും കിട്ടില്ല, സെക്കൻഡ് പ്രൈസ് ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിറങ്ങുക. ഇങ്ങനെയൊക്കെയായിരുന്നു കോളേജിലെ ഓണം. സ്കൂളിലെ ഓണം അതേപോലെ തന്നെയായിരുന്നു. വളരെ ഗംഭീരമായിട്ട് എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇപ്രാവശ്യവും ഈ ഒരു പുതുമ നിറഞ്ഞ ഓണാഘോഷം നിങ്ങൾ സ്റ്റുഡന്റ് കൗൺസിൽ സംഘടിപ്പിച്ചു. ഒരുപാട് സന്തോഷം. ഈ ആവേശം എന്നും ഉണ്ടാവട്ടെ. ഈ സ്റ്റുഡന്റ് കൗൺസിലിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ വളരെ ഗംഭീരമാക്കാൻ നിങ്ങൾക്ക് എന്താ പറയാ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഭഗവാൻ എല്ലാ ആശംസകളും, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സോ ഹാപ്പി ഓണം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സാറിനെ വളരെ രസകരമായ അസറ്റ് ഓണാഘോഷ ഓർമ്മകൾ നമ്മളായിട്ട് പങ്കുവച്ചതിന്. അടുത്തതായി നമ്മുടെ കൂടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ പോസിറ്റീവ് വൈബ്, നമ്മുടെ S&Hന്റെ സ്വന്തം സുനിത മാം. മാം പ്ലീസ്. താങ്ക് യു അഞ്ജന. പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറഞ്ഞിട്ടാ വിളിച്ചത്. അപ്പൊ ഞാനും കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യണമല്ലോ. ഫസ്റ്റ് വൺ, എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് പറയുന്നതെങ്കിൽ ഒരുപാട് രസകരമായ ഓണമാണ്. ഇപ്പോ വല്ലാതെ മിസ് ചെയ്തു പോകുന്ന ഒരു ഓണം. കാരണം അന്ന് ആ കുട്ടിക്കാലത്ത് ഒരുപാട് ഫ്രണ്ട്സും ഒക്കെയായി ഒരുപാട് പൂക്കളൊക്കെ അലഞ്ഞു നടന്ന് തേടി പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിലേൽപ്പിക്കുക, പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്ത് പൂക്കളം ഇടുന്നത് മാത്രമല്ല, ഇട്ട് കഴിഞ്ഞാൽ തൊട്ട് വീട്ടില് അവര് എത്ര നന്നായി ഇട്ടു എന്ന് നോക്കാനാണ് ആദ്യത്തെ താല്പര്യം. കാരണം നമ്മുടെ പൂക്കളാണോ നല്ലത്, അവരുടെ പൂക്കളാണോ നല്ലത് എന്നൊക്കെ നോക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള സദ്യയാണ്. ഒരു കൂട്ടുകുടുംബമായിരുന്നു. അച്ഛനും ചെറിയച്ഛന്മാരും ചെറിയമ്മമാരും മക്കളും അച്ഛമ്മയും എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടുകുടുംബം. അതിനകത്ത് പുത്തിരി തരുന്ന ഒരു ചടങ്ങ്, അതാണ് ഓണത്തിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ആ വിളവെടുപ്പില് ആദ്യത്തെ നെല്ല് കുത്തി അവിലാക്കി അതാക്കി നമുക്കൊരു പുത്തിരി തരുമായിരുന്നു. അച്ഛമ്മയുടെ മടിയിലിരുന്ന് നിറഞ്ഞ നിലവിളക്ക് നോക്കിയാണ് അച്ഛമ്മ നമുക്ക് ആ പുത്തിരി തരിക. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് മിസ്സിങ് ഫീൽ ചെയ്യും. കാരണം ഇന്നത്തെ ഓണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി തന്നെ ഇപ്പൊ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയി മാറി. കാരണം ഞങ്ങൾ അച്ഛൻ അമ്മ മക്കളിൽ നിന്ന് മാത്രമായിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് അത് ഒതുങ്ങിപ്പോയി. പിന്നെ അതുപോലുള്ള ഈ അമ്മ അണിഞ്ഞ് അതിന് മുമ്പിലിരുത്തിയാണ് ഞങ്ങൾക്ക് പുത്തിരിയൊക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സങ്കല്പങ്ങൾക്കൊക്കെ ഒരുപാട് മാറി. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഓണമായി മാറി. പിന്നെ പൂക്കളൊന്നുമില്ല, പഴയ പോലെ എവിടെയും തേടി നടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇപ്പോ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്.
ഏകദേശം എല്ലാവരും. ഇന്ന് നമ്മളും ഇവിടെ പൂക്കളം ഇടുമ്പോൾ ഒത്തിരി പൂക്കളും നമ്മളെങ്ങനെയാ ചെയ്തേ, പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള പൂക്കളാണ് അല്ലെ നമ്മളിടുന്നത്. അതുപോലെ ഉള്ള പൂക്കളായിട്ട് മാറി. അതുപോലെ ബാക്കി എല്ലാം ഫിലിമുകളും അല്ലെങ്കിൽ TV-യിലുള്ള ഓരോ ഡിഫറെന്റ് പ്രോഗ്രാംസും കാണാനാണ് താല്പര്യം കാണിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് മാറിയതിലൊരു ചെറിയ വിഷമം. കാരണം എന്റെ കുട്ടികളാണെങ്കിലും എന്റെ ഈ പഴയ ഓർമ്മകളൊന്നും അവർക്കില്ല. അവർക്ക് അങ്ങനെ ഒരു ഓണം അറിയുകയുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ കോളേജിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതേപോലെ വിവേക് സാർ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങളെ സ്റ്റാൻഡേർഡ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഓണത്തിനും ഞങ്ങൾ വൻ പ്ലാനിങ് ആയിരിക്കും. നമ്മളെല്ലാവരും ആ ടൈപ്പിലുള്ള സാരി വാങ്ങിക്കാം, ഈ ടൈപ്പിലുള്ള സാരി വാങ്ങിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് ഞങ്ങൾ എല്ലാ ഓണവും കണ്ടിരുന്നത്. ലാസ്റ്റ് ഓണം 2019 നമ്മൾ ലാസ്റ്റ് ആ കളർഫുൾ ആയിട്ടുള്ള ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങളും അതുപോലെ കളർഫുൾ ആയിട്ടുള്ള സാരിയൊക്കെ ഇട്ട് ഞങ്ങളും തിളങ്ങിയായിരുന്നു ഓണത്തിന് വന്നിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നെക്സ്റ്റ് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. ഈ ഓണം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓൺലൈനിലായിപ്പോയി. എങ്കിലും എല്ലാവരും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അടുത്ത ഓണം ഇതുപോലെ ഓൺലൈൻ അല്ലാതെ എല്ലാവരും നേരിട്ട് 2019 മികച്ച അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കാനും നിങ്ങൾ എല്ലാവരും സുന്ദരി സുന്ദരന്മാരായി കോളേജിൽ എത്തിച്ചേരാനും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. മാമിന്റെ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തേന്. അപ്പോ നമ്മൾ കുറെ സർപ്രൈസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് ഒന്ന് പൊട്ടിച്ചാലോ? അപ്പോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഗെയിമിലേക്കാണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു ഫുഡിന്റെ നെയിം അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ പിക്ചർ നമ്മൾ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യും. ആ ഫുഡിന്റെ നെയിം നിങ്ങൾ വിത്തിൻ 10 seconds ഓർത്തെടുത്ത് വെക്കണം. എല്ലാരും കൂടി ആദ്യം കയറിയിട്ട് പറയരുത് കേട്ടോ ഏതാ നെയിം എന്ന്. നിങ്ങൾ അത് ഓർത്ത് വെക്കുക. അതിനുശേഷം ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്യുക. അതായത് എന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ നെയിം വേണം നിങ്ങൾ ആദ്യം പറയാം. ഐ മീൻ നിങ്ങളുടെ സ്വന്തം നെയിം പറയാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറെ പേര് നെയിംസ് പറയുമല്ലോ അല്ലെ? അതിൽ ഫസ്റ്റ് ആരാണോ നെയിം പറഞ്ഞത് അവരുടെ നെയിം ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എല്ലാവരും നെയിം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് പറഞ്ഞ ആളെ ഞങ്ങൾ വിളിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഐറ്റം ഏതാണെന്ന് പറയണം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? പിന്നെ റൂൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങള് എല്ലാരും കൂടി കലപില ശബ്ദം ഉണ്ടാക്കിയിട്ടൊന്നും പറയാൻ നിൽക്കല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ മനസ്സിൽ തന്നെ വെക്കണം. നമ്മൾ ലാസ്റ്റ് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ ആൻസേഴ്സ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? സോ നമ്മൾ ഫസ്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് റെഡി 3, 2, 1. ഓക്കെ, എല്ലാവർക്കും ഐറ്റം ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? സോ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ നെയിം പറയാൻ റെഡിയായി നിൽക്കുക. നമ്മളിപ്പോ പറയുന്നതാണ്. സോ ഓക്കെ, റെഡി 3, 2, 1. ആദ്യം ആര് നെയിം പറയുന്നു അവർക്ക് ആൻസർ പറയാം. സോറി, നിങ്ങളുടെ നെയിം പറയൂ. നിങ്ങളുടെ സ്വന്തം പേര് ആദ്യം പറയൂ. സൗമ്യ. സിദ്ധാർത്ഥ്. നമുക്ക് പറയാൻ പറ്റില്ലേ? ഓ, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സർ. അവിയൽ സർ ഐറ്റത്തിന്റെ നെയിം അല്ല സർ. സാറിന്റെ നെയിം ആദ്യം പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് ലാസ്റ്റ് ആരാണോ ഫസ്റ്റ് പറഞ്ഞ അവരുടെ നെയിം വെച്ചാണ് നമ്മൾ ഏത് ഐറ്റം എന്ന് പറയേണ്ടത് സർ. സോ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ സൗമ്യ മിസ് ആണ്. സോ സൗമ്യ മിസ്സിന് ഐറ്റം ഏതാന്ന് മനസ്സിലായില്ലേ? ഓക്കെ മാം, ഓക്കെ. അപ്പോ ഇനി അടുത്ത ഐറ്റം നമുക്കൊന്ന് പ്രസന്റ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോകണം. റെഡി 3, 2, 1. ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ നെയിം ആദ്യം പറയുക. വിവേക് ഗോപി എലിശ്ശേരി. സുനിത KG എലിശ്ശേരി. ഞാൻ പറഞ്ഞു പൈനാപ്പിൾ പച്ചടി. എലിശ്ശേരി ഇങ്ങനെ തന്നെയാണ്. ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല വിവേക് സാർ. ഇവര് പറ്റിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ നെയിം ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ആര് പറഞ്ഞാലും ശരി നോക്കാം. നമ്മുടെ വിവേക് സാർ പറഞ്ഞിരിക്കുന്നത് എലിശ്ശേരി എന്നല്ലേ? അതെ. ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ.
Okay, congratulations, sir. അപ്പോ എല്ലാരും ഗെയിമൊക്കെ കളിച്ച് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയായിരിക്കില്ലേ? അപ്പോ നമുക്ക് ഇനി ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ? ഇവിടെ പാട്ട് പാടാനായി ദർശന റെഡി ആയിരിക്കുന്നുണ്ട്. ദർശനയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങിയേ തിരുമേനിയേഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. താങ്ക് യു ദർശന. സോ ഇനി അടുത്തായിട്ട് നമ്മൾ വീണ്ടും പോകാൻ പോകുന്നത് നമ്മുടെ ഫുഡ് പസിലേക്ക് തന്നെയാണ്. സോ അടുത്ത ഐറ്റം ഏതാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, റെഡി. 3, 2, 1. ദർശന പുളിഞ്ചി. സൗമ്യ. ഓക്കെ, നമുക്ക് ആ ഐറ്റം ഏതാ നോക്കിയാലോ? ഓക്കെ, ദർശനയാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത്. സോ പുളി ഇഞ്ചിയാണ് നമ്മളുടെ ഈ ഐറ്റം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഏതാന്ന് നോക്കാം. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ബീട്രൂട്ട് കിച്ചടി. പച്ചടി. ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് പച്ചടി. സോ ഐറ്റം ഏതാന്ന് നോക്കിക്കോളൂ. ഓക്കെ, പ്രഭ മാം, ദാറ്റ്സ് റൈറ്റ് ആൻസർ. താങ്ക് യു. ഇനി നമ്മളെ പാട്ടിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ എത്തിയിരിക്കുന്നു കെസിയ. കെസിയുടെ പാട്ടിലേക്ക് നമുക്ക് കാതോർക്കാം. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനിൽ തിരുവോണമേ വരുകില്ലേ നീ തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയുടത്ത് തുമ്പിപ്പെണ്ണേ അണയല്ലേ നീ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ തീൻ ചിരിയാലേ പൂച്ചൊരിയൂ നീ ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലൂനാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും കിളിപ്പാട്ടും ശ്രുതി ചേർത്ത് കുയിൽ പാടും വൃന്ദാവനിൽ പൂനുള്ളുവാൻ വരുവോണമേ കുയിൽ പാട്ടിൻ മധുരിമയിൽ മുറ്റത്തെ കളമൊരുക്ക അകത്തമ്മയായി വരുവോണമേ പൊന്നോണക്കോടിയുടുത്ത് നിൽക്കുന്ന തൊഴിയായി പൂങ്കുഴലി നീ തീൻ ശ്രുതി പാടൂ ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴു
ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. താങ്ക് യു കെസിയ. നമുക്ക് ഇനി വീണ്ടും ഒരു ഗെയിം കളിച്ചാലോ? പാട്ടിലേക്ക് എണി എന്നാണ് ഈ ഗെയിമിന്റെ പേര്. അതായത് നമ്മളിവിടെ സ്ക്രീനിൽ കുറച്ച് ഇമേജസ് കാണിക്കും. ആ ഇമേജസ് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു പാട്ടായിരിക്കും കിട്ടുക. അപ്പൊ 25 സെക്കൻഡ്സ് നിങ്ങൾക്ക് ടൈം തരും. അതിനുശേഷം നിങ്ങൾ ആ പാട്ട് പറയണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ എല്ലാവരും റെഡി അല്ലേ? ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ. കൺഗ്രാറ്റ്സ് അനുപ ചേച്ചി, കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് അടുത്ത ഇമേജ് കണ്ടു നോക്കാം. ആരാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലേ. എന്തായാലും ഒരു ടഫ് കോമ്പറ്റീഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും സ്റ്റാഫുകളും എല്ലാവരും കട്ടയ്ക്കാണ്. നോക്കാം, ഐഡന്റിഫൈ ചെയ്തേ. കറക്റ്റായ വിഘ്നേഷ് സാർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പാട്ടെല്ലാവരും കേട്ടല്ലോ അല്ലേ? വിഘ്നേഷ് സാർ തകർത്തു. സൂര്യകിരിയുടെ വീടുടഞ്ഞു. സൂര്യകിരീടം വീടുടഞ്ഞു. കറക്റ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാ പറഞ്ഞെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ പേര് പറഞ്ഞാൽ കുറച്ച് സൗകര്യമായിരിക്കും. ശരി, എന്തായാലും നമുക്കിനി അടുത്ത ഇമേജ് കണ്ടു നോക്കാം. നിങ്ങളുടെ പേര് പറയണേ, എന്നാലേ നമുക്ക് കൺഗ്രാറ്റ്സ് പറയുമ്പോ അത് കുറച്ച് ഈസി ആയിരിക്കുള്ളൂ. പേരിന്റെ ഒപ്പം പാട്ടും കൂടി പാടിയാൽ നന്നായിരുന്നു. അതെ മാം. തുമ്പി പെണ്ണേ വാ വാ സുനിത. കൺഗ്രാറ്റ്സ് മാം, കറക്റ്റ് ആൻസർ. തകർത്തു. ഈ പാട്ട് ഐഡന്റിഫൈ ചെയ്തേ. ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ നമ്മുടെ അനിമ ചേച്ചി ഗോൾ അടിച്ചിരിക്കുകയാണ് മാം. കൺഗ്രാറ്റ്സ് അനിമ ചേച്ചി. നെക്സ്റ്റ് പാട്ട് പാടണ്ടേ? 2 വരി പാടൂ. മ്യൂട്ടാണ്. അനിമ കേൾക്കുന്നില്ലേ? മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യൂ. എനിക്ക് പാട്ട് കിട്ടുന്നില്ല, അത് കാരണം മ്യൂട്ടാക്കിയതാ. ഈ പാട്ട് അറിയില്ലേ ആർക്കും? ഒരു മധുരക്കിനാവിൻ ലക്ഷ്മി. കൺഗ്രാറ്റ്സ് മാം, കറക്റ്റ് ആൻസർ. ഞാൻ പാടാനിരുന്നു അപ്പത്തേക്ക് നോക്ക്. ഈ പാട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ എല്ലാവരും. കിനാവിൻ കൊതുമ്പ് വെള്ളം. കൺഗ്രാറ്റ്സ് പ്രഭ മാം, കറക്റ്റ് ആൻസർ.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ അതല്ലേ കലാഭമണി, അത് ചാലക്കുടി പുഴയല്ലേ? സാർ ആൻസർ പറഞ്ഞു കഴിഞ്ഞു പ്രഭ മാം. അല്ല എന്റെ ആൻസർ കൺസിഡർ ചെയ്യണ്ടേ? തുമ്പയും തുളസിയും കലാഭമണി ചാലക്കുടി പുഴയും കുടമുല്ലപ്പൂവും. ചാലക്കുടി തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും ഞാനില്ല കാര്യം. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോ ഈ ഇമേജോട് കൂടി നമ്മുടെ ഗെയിം ഒക്കെ അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഓണം സെലിബ്രേഷന് മുമ്പായിട്ട് ഒരു 4 ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് സെഷനിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. സോ റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് അശ്വിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോ നമ്മള് ഓണക്കവിത അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓണക്കവിത എഴുതിയതിന്റെ അതിന്റെ വന്നിട്ട് വിജയി സ്നേഹാകൃഷ്ണ, EC-യിലെ സ്നേഹാകൃഷ്ണയാണ് ഫസ്റ്റ് ഇയറിലെ വിജയി. പിന്നെ ഓണപ്പാട്ട് അതിന്റെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിജയി കൈലാസ് ആണ് ഫസ്റ്റ് ഇയറിലെ. അപ്പോ രണ്ടുപേർക്കും നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാം. അവര് നന്നായിട്ട് പെർഫോം ചെയ്തു. ബാക്കിയും കുറെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ഒട്ടും മോശമല്ല. അവരെല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു പരിപാടി. നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഒരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട്. അതായത് ലവ് ലെറ്റർ കോമ്പറ്റീഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം ഫ്രീ കെയർപാടായിരുന്നു. എല്ലാ പിള്ളേരും നല്ല മനോഹരമായിട്ട് എങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്നുള്ളത് ശരിക്കും അറിയില്ല. എന്നാൽ സെലക്ട് ചെയ്തൊന്ന് ഞാൻ വായിക്കാം. പാതാള ബന്ധനെ വാനോളം ഇഷ്ടം. അരെ വാ, എന്റെ എത്രയും പ്രിയപ്പെട്ട പാതാള മന്നന്, പ്രിയപ്പെട്ട ആളാണ്. അപ്പോ അങ്ങ് അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. അടിപൊളി. അങ്ങേ ഞാൻ കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് 1 വർഷമാകുന്നു. പ്രാവശ്യം ഓണം നേരത്തെയാണല്ലോ, സോറി. ഈ വർഷം എനിക്ക് ഒരു ഈ വർഷം എനിക്ക് ഒരു യുഗമായിട്ടാണ് തോന്നിയത്. അതായത് 1 കൊല്ലം മൂപ്പര് കണ്ടിട്ട്, പക്ഷെ മൂപ്പർക്ക് അതൊരു യുഗമായിട്ടാണ് തോന്നിയത് അത്രേ. അങ്ങേ കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു പ്രധാന കാര്യം പറയാനാണ് ഈ കത്തെഴുതുന്നത്. വളരെ പ്രധാനപ്പെട്ട എന്തൊരു വിഷയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങേ കഴിഞ്ഞ ഓണത്തിന് ആദ്യമായി കണ്ടത്, അതിനു മുമ്പ് മൂപ്പര് വെറുതെ ഇരിപ്പായിരുന്നു. കാത്തിരിപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ആ സമയത്ത് അങ്ങയെ കണ്ടത് മുതൽ എനിക്ക് അങ്ങയോട് വല്ലാത്ത ആരാധനയും അതിലുപരി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഇഷ്ടവുമാണ്. അടിപൊളി. തുടങ്ങി അവിടെ ലവ്. അങ്ങയെ കണ്ട മുതൽ എന്റെ ഹൃദയതാളം അങ്ങയുടെ പേരിനാൽ തുടിക്കാൻ തുടങ്ങി. എന്റെ ഈശ്വരി, ഊണിലും ഉറക്കത്തിലും എന്റെ ചിന്തയിലും മുഴുവൻ അങ്ങ് മാത്രമാണ്. അങ്ങയുടെ വടിവൊത്ത ശരീരവും കുടവയറും ചുണ്ടൻ വെള്ളം പോലുള്ള മീശ, ആരെയും ആകർഷിക്കുന്ന തോളറ്റം നീളമുള്ള മുടിയും അതിനെ തലോടി നിൽക്കുന്ന കിരീടവും, നമ്മളൊക്കെ നീട്ടി വളർത്തിയ ആട്ടിവിടും. കിരീടവും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. കഴിഞ്ഞ 1 കൊല്ലമായി അങ്ങയുടെ മുഖമാണ് എന്റെ ഹൃദയത്തെ കഴിഞ്ഞ 1 വർഷമായി അങ്ങയുടെ മുഖമായി എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു. മൂപ്പരുടെ മുഖമാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളത്. അതായത് മൂപ്പരൊക്കെ സ്കാനിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞ വെച്ച് പറഞ്ഞാൽ ലവ് ചിഹ്നത്തിന് വരെ മാവേലിന്റെ ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടാം. ഇങ്ങനെ ഇരിക്കണ്. അങ്ങേര് മൂപ്പര് കുറച്ച് കവിതാ വരികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങയാകുന്ന ചെമ്പനീർ പൂവിലെ തേനുകുരുന്ന കരിവണ്ടായി മാറാനാണ് എന്റെ ആഗ്രഹം. കരിവണ്ട്, അടിപൊളി കഴിവാണ് കേട്ടോ. ഇത്രയും വലിയ ലെറ്റർ.
അങ്ങയുടെ തലയെടുപ്പും ഗാംഭീര്യവും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ വികാരഭരിതയായി. എന്താ മോനെ, പേരറിയാത്ത നമ്പരത്തിന്റെ പേര് പ്രേമമാണെന്ന് ആരോ വിളിച്ചു. ഓഹോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. കൊറോണ വൈറസ് പിടിപെട്ട കുറെ അധികം പേര് മരണത്തിന് ഇരയായി. പിന്നെ കുറെ ആളുകൾ ആശുപത്രിയിലുമാണ്. ഞാൻ വാക്സിൻ എടുത്തു. മൂപ്പരപ്പോ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ആദ്യം തന്നെ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങ് വരുമ്പോൾ മാസ്ക് ധരിച്ചു വേണം. അങ്ങയുടെ ആരോഗ്യം സൂക്ഷിക്കണം. അത് ശരിയാണ്, ലവറിന്റെ ആരോഗ്യം സൂക്ഷിക്കണം, ശരിയാണ്, കാര്യം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പേരിൽ വാക്സിൻ ബുക്ക് ചെയ്തു. മോനെ, പാതാത്ത് നിന്ന് ആദ്യം എത്തിക്കഴിഞ്ഞ വെച്ചാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ഒരു വാക്സിൻ, അത് കഴിഞ്ഞ വെച്ചാൽ പിന്നെ മൊത്തം വിസിറ്റ് ശരിയാക്കി വിടാം. ഓണത്തിന് അങ്ങ് വരുമ്പോൾ എടുക്കാനായി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങ് വരുമ്പോൾ കാണാൻ ഒത്തിരി പേർ നിൽപ്പുണ്ടായിരിക്കും, പക്ഷെ അകലം പാലിച്ച് വേണം നിൽക്കാൻ. അതെ അതെ അതെ, കാരണം കോവിഡ് നോംസ് ഇല്ലാച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഫൈന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ള കാലം അങ്ങയുടെ കൂടെ ജീവിച്ച് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, മരിക്കാനാണെങ്കിൽ ഒരുമിച്ചാണ് മൂപ്പരുടെ ഒരുക്കം. ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം പതിഞ്ഞു പോയ അങ്ങയുടെ രൂപം. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ എന്റെ മാനവേന്ദ്രനെ, മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എന്റെ മാനവേന്ദ്രനെ. ഓക്കെ, കിട്ടും. സ്വീറ്റ് നെയിം മാനവേന്ദ്രൻ. ഓണത്തിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങ് എന്നെയും കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. പാതാളത്തേക്ക് അവർ വിസിറ്റ് ചോദിക്കുന്നുട്ടോ, അത് ഓർക്കണം നമ്മൾ. ഞാൻ നിർത്തുന്നു, ബാക്കി നേരിൽ കാണുമ്പോൾ സംസാരിക്കാം. ശരി, അപ്പൊ എന്തായാലും ശരി. അപ്പോ അത് ഒരാളുടെ എന്തൊക്കെ കടക്കടും ഒന്നുകൂടി ഉണ്ട്. എന്റെ പ്രിയന് അങ്ങ് നാട്ടിലേക്ക് വരുന്നു എന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ കത്തിലൂടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓർമ്മകളുടെ നീർച്ചാലയിൽ ഒഴുകി നടക്കുകയാണ് എന്റെ മനസ്സ്. ഫ്ലോയിങ്, ഫുൾ ഫ്ലോ ആണ്. കുമ്പനാട്ടിലെ അമരാവതി തീരത്ത് നമ്മൾ കണ്ടുമുട്ടാറുള്ള സായാഹ്നം എത്ര മനോഹരമായിരുന്നു. കുമ്പനാട്ടിലെ അമരാവതി തീരത്ത് ഇക്കാലത്തെ കുട്ടികൾക്ക് മൊത്തം ലവ് സെൻസ് കൂടില്ല കേട്ടോ. നദീതീരത്ത് നീന്തി കളിക്കുന്ന അരയന്നങ്ങളും സുഗന്ധഭരിതം ഇളങ്കാറ്റിൽ തലയാട്ടി നൃത്തം ചെയ്യുന്ന പുഷ്പങ്ങളും, നദീതീരത്ത് ആ പടുകൂറ്റൻ ഞാവൽ മരം, അതിൽ നമുക്കായി തീർത്ത ഊഞ്ഞാലും കെട്ടിണ്ട്. ഓണമല്ലോ, അതാവശ്യം. ഞാവൽ പഴങ്ങൾ പഴുക്കുമ്പോൾ കിളികളുടെ കൊഞ്ചലിൽ നീന്തി തീരത്താകെ ഉണർത്തിയിരുന്നു. എന്റെ മോനെ, കൊഞ്ചൽ ഫുൾ ലവ് ഫീൽഡാണ് ഇപ്പൊ. ഒരിക്കൽ കൂടി ആ വസന്തകാലം തിരികെ കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. പിന്നീട് നടന്നതെല്ലാം അവിശ്വസനീയമായിരുന്നുവല്ലോ. ഓ അടിപൊളി. എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തിരശ്ശീലയിട്ടുകൊണ്ട് അങ്ങ് പോയത് മുതൽ ഓരോ തിരിച്ചു വരവിനായി തിരിച്ചുവരവ് കാത്തിരിക്കുന്നു. കാത്തിരിക്കണം പൂക്കളം ഒരുക്കിയിട്ട്. അരിമാവിൽ കോലവും ഇട്ടിട്ടുണ്ട്. അപ്പോ പൂക്കളമുണ്ട്, അരിമാവിൽ കോലമുണ്ട്. മൂപ്പര് കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മൂപ്പരൊന്ന് എത്തിക്കഴിഞ്ഞ വെച്ചാൽ മൂപ്പരിതിന്റെ ഒരു മാന്യമായിട്ടുള്ള കുട്ടി എന്തായാലും അത് പൊളിച്ചിരിക്കും. ശരി, ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി പുത്തനെടുപ്പണിഞ്ഞ് ദൂരെ നടന്ന വരവിലേക്ക് നടവരമ്പിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു. അപ്പോ ആ പാളത്തിൽ കൂടെ മൂപ്പര് വരുമ്പോ ഒന്ന് ഒരു ആർപ്പുളിയൊക്കെ ആവാം.
അങ്ങനെ എത്ര വർഷങ്ങളായാണ് അങ്ങനെ എത്ര വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ വളരെ വിഷമത്തോടെയാണ് മടങ്ങേണ്ടി വന്നത്. ഈ വർഷം ആ അവസ്ഥയിൽ മാറ്റമൊന്നും ഇല്ല, അതും അറിയില്ല. കൊറോണ പൂർവാധികം ശക്തിയോടെയാണ് വ്യാപിക്കുന്നത്. സ്വാഭാവികം, പറഞ്ഞത് കറക്റ്റാണ്. രണ്ടാമത്തെ ഡോസ് വാക്സിനും എടുത്തു എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഡോസ് പാതാളത്തിലേക്ക് സപ്ലൈ ഉണ്ട് വെച്ച് പറഞ്ഞാൽ മൂപ്പർ എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇനി വരുമ്പോൾ 2 മാസ്ക് ധരിക്കണം. അപ്പോ മൂപ്പര് 1 മാസ്കിന്റെ കാര്യമല്ല 2 മാസ്കിന്റെ കാര്യം പറയുന്നുണ്ട്. സാനിറ്റൈസറും കയ്യിൽ കരുതണം, മറക്കരുത്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതല്ലേ, അപ്പൊ ആവശ്യം വരും. ബാക്കി വിശേഷങ്ങൾ നേരിൽ പറയാം. ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്നു എന്ന് സ്വന്തം. ഞാൻ പേര് പിന്നെ പറയാം, സർട്ടിഫിക്കറ്റ് അടിച്ചു തരാം. അപ്പൊ ഓക്കെ ബൈ, ഇനിയുള്ളതൊക്കെ പിന്നെ. അടുത്ത നമ്മൾ ഇതുവരെ എല്ലാവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതെല്ലാം കേട്ടു. ഇനി നമുക്കൊരു പഴയ ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാവാം. ഇപ്പൊ അടുത്തതായി വരാൻ വന്ന ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ്. നമ്മുടെ പഴയ ഓർമ്മകളെല്ലാമായിട്ടുള്ള ഒരു ഓണത്തിന്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് നേരെ വന്നില്ല. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് നമ്മുടെ പഴയകാല ഓർമ്മകളായിരുന്നു അല്ലേ? ഇന്ന് കോളേജിൽ നടന്ന വിശേഷങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ ഓർമ്മകളിലൂടെ നമുക്ക് കണ്ണോടിക്കാം.
ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻ. വളരെ വിഷമമുണ്ടല്ലേ നമ്മൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഇത്രയും വർണ്ണാഭമായ ആഘോഷത്തിൽ നിന്ന് ഇത്രയുമായിട്ട് ചുരുങ്ങിയപ്പോൾ. അത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വിഷമമുള്ള ഒരു കാലഘട്ടമാണിത്. പക്ഷെ എന്നാലും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും. നമ്മളാരാ? മലയാളികളല്ലേ, മലയാളികൾ കൂടിയല്ലേ. അപ്പോ ഇനി അടുത്ത ഓണം സെലിബ്രേഷൻ നമുക്ക് കോളേജിൽ വന്നിട്ട് നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ ഇനി നമ്മൾ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്റ്റുഡന്റ് സെക്രട്ടറി അശ്വിൻ യുവിനെ ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ്. അപ്പോ നമ്മള് ഓണമൊക്കെ നല്ല വെർച്വൽ ആയിട്ടായാലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞു. വളരെ വിഷമമുണ്ട് നമുക്കത് ഓൺലൈനായിട്ട് നടത്താൻ കഴിഞ്ഞുള്ളൂ എന്നതില്. എന്നിരുന്നാലും നമ്മള് അടുത്തൊരു ഓണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ലവ് ലെറ്റർ വായിച്ചപ്പോൾ നേരിൽ കാണാൻ പറയുന്ന പോലെ നമുക്ക് ഇനി അടുത്തൊരു നേരിൽ കാണുന്നത് വരെ നമുക്ക് ഓണം സെലിബ്രേഷൻ വെർച്വലായിട്ട് നടത്താൻ കഴിയും. അടുത്ത കൊല്ലം നമുക്ക് നേരിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്നിരുന്നാലും നമുക്ക് സ്റ്റുഡൻസിന്റെ രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്തു പോവാം. ആദ്യമായി നമ്മൾ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ പ്രിയ മഹാദേവൻ പിള്ള സാർ, മൂപ്പര് നമുക്ക് കംപ്ലീറ്റ് സപ്പോർട്ടായിരുന്നു. ഒരു ഓണ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു നടത്തേണ്ടത്, എങ്ങനെയാണ് വെർച്വൽ ആയിട്ടായാലും നല്ല രീതിയിൽ നടത്തണം എന്നതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. വളരെയധികം സന്തോഷമുണ്ട്, നന്ദി പറയുന്നു സാറിനോട്. അതുപോലെ നമ്മുടെ കൃഷ്ണകുമാർ സാറ്, വൈസ് പ്രിൻസിപ്പൽ സാറ്, മൂപ്പരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓണപരിപാടി മാത്രമല്ല മറ്റെന്ത് പ്രോഗ്രാമുകളായാലും നല്ല രീതിയിൽ തന്നെ മൂപ്പര് നടത്തിക്കൊണ്ടു പോകാനും അതിനുള്ള സഹായങ്ങൾ എന്ത് വേണമെങ്കിലും മൂപ്പര് ചെയ്തു തരാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സാർ. പിന്നെ വിജിത മിസ് നമ്മുടെ കോർഡിനേറ്റർ ആണ്, കൺവീനർ ആണ്. മൂപ്പര് വളരെ അതായത് നമ്മുടെ ഒരു താഴത്തുനിന്ന് മുകളിലുള്ള ലെവലിലോട്ട് പോകുമ്പോൾ ഒരു മീഡിയേറ്റർ എന്ന ലെവലിൽ നിൽക്കുമെങ്കിലും മൂപ്പരാണ് നമ്മളെ സകല വിധത്തിലുള്ള ഒരു സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു വിജിത മിസ്. പിന്നെ മറ്റേ ഫാക്കൽറ്റീസ്, അതായത് നമ്മളിപ്പം മെമ്മറി ഷെയർ ചെയ്ത സുനിത മിസ്, കൃപ മാം, അതേപോലെ വിവേക് ഗോപി സാർ, എന്തായിരുന്നു സാറ് ലെവലാണ് സാറ്. അതേപോലെ റോഷൻ സാറ്, എല്ലാവരും വളരെയധികം ഈ പ്രോഗ്രാമുകൾ വിജയിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അതേപോലെ നമ്മൾ ഓരോ ഇവന്റുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അതിലും നമ്മുടെ വിവേക് സാറ്, മാം, വിഘ്നേഷ് സാർ, അങ്ങനെ സകലരും ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിരുന്നു. എല്ലാവരോടുള്ള നന്ദി ഞാൻ ഇവിടെ പറയുന്നു. താങ്ക് യു. അപ്പോ ഇനിയും നല്ലൊരു ഓണത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നേരിട്ടാവുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അതായത് ഞാനൊക്കെ ഏകദേശം ഫസ്റ്റ് ഇയറിലായിരിക്കുമ്പോണ്ടായിരുന്നു 2019 ബാച്ച്. അന്നത്തെ പോലെയുള്ള ഒരു ഓണം വീണ്ടും ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസറ്റിന്റെ വകയായിട്ട് ഹാപ്പി ഓണം സ്റ്റാഫിനും സ്റ്റുഡൻസിനും. താങ്ക്സ് ഫോർ ജോയിനിങ്. എല്ലാവരും ഈ വെർച്വൽ ഓണം സെലിബ്രേഷൻ നല്ലോണം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാപ്പി ഓണം. Thanks to all. Happy Onam. Okay. Thank you. Thank you.